വയസ്സല്ല പാലാണ്. തിളച്ച് പൊന്തുന്നില്ല, തള്ളി മറിക്കേണ്ടി വരുന്നുണ്ട്. ഇത്രയും കാലം വരെ ആയത്തും കാറ്റാത്ത എൻ്റെ മക്കളെ കെട്ടിയും പെറുക്കി എടുത്തിട്ട് ഞാൻ ജീവിച്ചത്. ഇപ്പം എനിക്ക് നല്ല ഉറപ്പായി എനിക്കൊരു വീട് അത് കിട്ടി. എനിക്ക് നല്ല സന്തോഷമാണ്. എനിക്ക് അധികം പറയാൻ പറ്റില്ല, എനിക്ക് വിഷമം. അമ്മയെ കൊലപ്പെടുത്തി അച്ഛൻ ജയിലിൽ പോയതോടെ 5 കുഞ്ഞുങ്ങളും അനാഥരായി. ഉറങ്ങാൻ അടച്ചുറപ്പുള്ള ഒരു വീടില്ലാതെ ദുരിതമനുഭവിക്കുകയാണ് വയനാട് അഞ്ചുകുന്ന് 6-ാം മൈലിൽ 90 വയസ്സായ ഒരു മുത്തശ്ശിയും 5 പേരക്കുട്ടികളും. എനിക്കൊരു കിടക്കാനുള്ളൊരു ഇത് മാത്രം ആക്കി തന്നാൽ മതി. അത് മാത്രമേ എനിക്ക് വിഷമം അറിയാം. ഏതൊന്നും സഹായിക്കും. അപ്പൊ നിങ്ങളുടെ വീട് പണിയൊക്കെ തീർക്കാൻ വേണ്ടി ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി 5 ലക്ഷം രൂപ അവിടുത്തെ കമ്മിറ്റീനെ ഏൽപ്പിക്കുന്നുണ്ട് നാട്ടില്. പിന്നെ നമ്മുടെ ബോച്ചെ 1000 ഏക്കറില് ഒരു മഡ് ഹൗസ് ഉണ്ട്. ഞാൻ വരുമ്പോ താമസിക്കുന്ന എന്റെ ഒരു വീടാണ്. അവിടെ നിങ്ങൾക്ക് താമസിക്കാം. കുട്ടികളെ എസ്റ്റേറ്റില് വണ്ടിയുണ്ട്. സ്കൂളിൽ ഡെയിലി കൊടുന്നാക്കും നിങ്ങളെ. വർക്ക് കഴിയട്ടെ, പാല് കാച്ചലിന് വരാം. നമുക്കൊരു അങ്ങോട്ട് കാച്ചാം. കൊച്ചിയമ്മ എന്ന പേരാണെങ്കിലും കൊച്ചിയമ്മയല്ല, വലിയമ്മയാണ്. 5 കുട്ടികളെ പോറ്റുന്ന ഈ വയസ്സാം കാലത്ത് നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ഇമോഷണലായി. അതാണ് നമ്മുടെ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പിന്നെ സപ്പോർട്ട് ചെയ്ത മിനിസ്റ്റർ, മറ്റിവിടുത്തെ പ്രവർത്തകര്, പ്രസിഡന്റ്, സെക്രട്ടറിമാര്, വലിയൊരു ടീം ഇതിന്റെ ബാക്കിലുണ്ട്. വളരെ സന്തോഷമുണ്ട്. ജീവിതത്തിൽ ഇങ്ങനെ ഒരു മതകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ലെന്നില്ല. 3:45 വീടിനിപ്പോൾ എന്ത് ചെയ്യുന്നുള്ള അവസ്ഥയിലായി. അപ്പോഴാണ് ബോച്ചെ സാറ് വന്നിട്ട് നമ്മളെ സഹായിക്കാമെന്നുള്ള സഹായം കിട്ടിയത്. അത് വലിയൊരു കിട്ടലാണ് ബോച്ചെ സാറെ സഹായിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും മനോഹരമാക്കാൻ കഴിയുന്നത്. പരിപാടി തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അവസരത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ ജോബി ചെമ്മണ്ണൂർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം അർത്ഥം നമുക്ക് പണ്ടൊക്കെ അനുഭവിച്ചുകൊണ്ട് കാസിമിൻ്റെയും അശോകൻ്റെയും ഇവിടെ പൂർത്തീകരിച്ച് അവർ കൊടുക്കുമ്പോൾ ഈ അവസരത്തിൽ വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് വളരെ സന്തോഷമുണ്ട്.